സ്വത്രം. മൂന്നാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ വരിക. ഗലാത്യ ലേഖനം, കൊലോസ് ലേഖനം. എത്ര മനോഹരമായൊരു വാക്യമാണത്. നിങ്ങളെ മക്കളാകൊണ്ട് അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. സ്വതന്ത്രം. പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിനെന്ന് പൗലോസിന്റെ ഒരു പ്രയോഗം. മക്കളുണ്ട്, പ്രിയമക്കളുണ്ട്. ആദാമ്യ സന്തതികൾ മുഴുവൻ മക്കളാണ്. അല്ല, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. എന്നാൽ പ്രിയമക്കൾ ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ സഭ, വിശുദ്ധ ജനം, അവർ ദൈവത്തിന്റെ പ്രിയമക്കളാണ്. ആത്മാഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവർ. ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത വിടുതൽ വല്ലതും ഉണ്ടോ? എന്റെ ചോദ്യം. ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത വിഷയങ്ങൾക്ക് വിടുതൽ വല്ലതും, വേറെ ഒരു വിഷയം വിടുതലുണ്ടോ? വിടുതൽ കിട്ടാത്ത വിഷയങ്ങളുണ്ടോ? ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിന് സമയം. ചില രോഗികൾ പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ രോഗം സൗഖ്യമാക്കണേ. അപ്പൊ കിട്ടത്തില്ല, വിടുതൽ കിട്ടത്തില്ല. കുറച്ചുകൂടി ദൈവത്തിന്റെ ശുദ്ധീകരണം പ്രാപിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. ഭൂമിയിലെ വിളവിന് വേണ്ടി യാക്കോബ് പറയുന്നു. ആ പ്രാർത്ഥനയായിട്ടുള്ള വിഷയത്തെ കുറിച്ച് അത് പറയുന്നത് അല്ലേ. ഭൂമിയിലെ കൃഷിക്കാരൻ തന്റെ വിളവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഞാനൊന്ന് ശുദ്ധീകരണം പ്രാപിച്ച്, ഞാനൊന്ന് തികഞ്ഞു വരുവാൻ, ഒരു ആത്മീയ വളർച്ച, ഒരു ആത്മീയ വർധനവ്, ഒരു ആത്മീയ നിറവ് എന്നിൽ ഉണ്ടാകാൻ വേണ്ടി സ്വത്രം ദൈവം നമ്മളെ ഒന്നുകൂടി ശോധനയിൽ കടത്തിവിടും. അപ്പോൾ ദൈവസ്ഥിതി പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിഷയത്തിന് കർത്താവ് വിടുതൽ തരും. ഹല്ലേലൂയ. അതാണ് ദൈവിക പ്രമാണപ്രകാരമുള്ള വിടുതൽ. അല്ലാതെ ചുമ്മാ വിടുതൽ എന്ന് പറഞ്ഞ് വല്ലയിടത്തും പോയി വിടുതലൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടില്ലാത്ത സ്വത്രം കേസ് കെട്ടുകളൊക്കെ ചേരാനിടയായി തീരും. ഇന്ന് വിടുതൽ പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കുന്ന സമൂഹമായി നമ്മുടെ ക്രൈസ്തവ സമൂഹം അധപ്പതിച്ചു പോയി. ഞങ്ങളുടെ എറണാകുളത്തുണ്ട് ഒരു തട്ടിപ്പ് വീരൻ, പേര് ഞാൻ പറയുന്നില്ല. ഒരു വലിയ കണ്ണ് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടോ പോസ്റ്റ്. അതാ കണ്ണിൽ കൂടി കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഏത് വിഷയവും, കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവുമാകട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ നീ എന്നാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോ പിന്നെ അറിയാലോ ബാക്കി കാര്യം ഞാൻ പറയണ്ടത്. ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഈ കൊലോസ് ലേഖനത്തിന്റെ പഠനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കൊലോസിലേക്ക് മടങ്ങി വരിക. പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുന്നു. ഓരോരുത്തരും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എഫേസ്യ ലേഖനം 4:29 ഇതുപോലൊരു പദം കിടപ്പുണ്ട്. അതുകൂടി നമുക്കൊന്ന് വായിക്കാം. 4:29 എന്താ എഴുതിയിരിക്കുന്നത്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനവയ്ക്കല്ല, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അടുത്ത വായും കൂടി ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എങ്ങനെയാ? ആകാത്തത് നാവിൽ കൂടി പുറപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. അല്പപ്രേരിതമായിട്ടാണ് ആ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞതെങ്കിലും കൊലോസിലെ കണ്ടിന്യൂഷനിലേക്ക് വരാം. അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്റെ ഒക്കെ അവസ്ഥയിൽ കർത്താവിൽ അറിയിക്കും. ആശ്വസിപ്പാനുമായി ഒനസിമോസ് എന്ന വിശ്വസ്തനും ആമേൻ. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അവിടെ നിൽക്കട്ടെ. ഈ ഒനസിമോസിനെ കുറിച്ച് ഫിലമോന്റെ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ ഒനസിമോസ് ഒരു കള്ളനായിരുന്നുവെന്നും വിശ്വസ്തനല്ലായിരുന്നുവെന്നും രക്ഷിക്കപ്പെട്ട് പൗലൂസിന്റെ കൂടെ അല്ലെങ്കിൽ പൗലൂസിന്റെ കൂടെ തടവറയിൽ കിടന്നപ്പോൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് ആത്മീയ അനുഭവത്തിലേക്ക് വന്ന തൻ്റെ സ്വന്തം ആത്മീക മകൻ ജഡപ്രകാരമുള്ളതല്ല, അങ്ങനെ ആത്മീയ മകനായി തീർന്ന ഒനസിമോസ് ദൈവ വഴി വിട്ട് ജീവിച്ചിരുന്നവരാണെങ്കിലും പൗലൂസിന്റെ കൂടെ ആയപ്പോൾ
തന്റെ വചനങ്ങളൊക്കെ കേട്ട് അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു. അവനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗം ഫിലമോന്റെ ലേഖനത്തിലുണ്ട്. അത് ഒന്ന് വായിച്ച് ഒന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഫിലമോന്റെ ലേഖനം 8 മുതലുള്ള വാക്യം. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായ ഇരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. അപ്പോ ഫിലമോനോട് അപേക്ഷിക്കുകയാണ് പൗലോസ്. എന്താണ് അപേക്ഷ? തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനസീമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പ് നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നുവെങ്കിലും ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. അടുത്ത, എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് നിനക്ക് പകരം ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വായിച്ചാട്ടെ. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. അവൻ അല്പകാലം വേർപെട്ടു പോയി. അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനുമായിരുന്നു. അവനെ ദാസനല്ല, അവൻ ദാസനല്ല, ദാസന് മീനെ പ്രിയ സഹോദരൻ. അടുത്ത് തന്നെ, അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും. അടുത്ത്, ആമേൻ. ഓ, എന്ന് ചോദിക്കും. നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നെങ്കിൽ എന്നെ പോലെ നീ അവനെയും ചേർത്ത് കൊള്ളണം. പൗലോസിന് കൊടുക്കുന്ന ബഹുമാനം പൗലോസ് തന്റെ സഹശുശ്രൂഷന് കൊടുക്കാൻ പറയും. അതാണ് ശുശ്രൂഷ കൊടുക്കണം. വാസ്തവത്തിൽ ഇത് വായിച്ച നമ്മുടെ ഹൃദയം തകരും. അടുത്ത വായിക്കൂടെ വായിച്ചോട്ടെ. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കുറിച്ചു കൊള്ളുക. ആമേൻ. അതേ സഹോദര, നിന്നെ കൊണ്ട് കർത്താവിന് ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. മതി മതി. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക. സുവിശേഷ വേല നിമിത്തം എപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ, പൗലോസ് പോകുമ്പോൾ ക്രിസ്തുവിൽ എന്റെ ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫിലമോന്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഒനസീമോസ് ഒരു അതിക്രമം കെട്ടവനായി പ്രവർത്തിച്ചുവെങ്കിലും അവസാനം തന്റെ ശുശ്രൂഷയിലൂടെ മാനസാന്തരപ്പെട്ട് ഒരു ദൈവവചനായി തീർന്നപ്പോൾ അവൻ എന്തെങ്കിലും നിനക്ക് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ പേരിൽ കണക്കിട്ടു. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു സഹോദരൻ ടെലിഫോൺ എടുത്ത വിഷയത്തില് ടെലിഫോണിന്റെ കണക്ഷൻ എടുത്തതിന്റെ കാശ് കൊടുത്തില്ല. അപ്പൊ ആ സഹോദരൻ വളരെ ബുദ്ധിമുട്ടി ഞെരുങ്ങി കഴിയുന്ന ഒരു സമയമാണ്. അപ്പൊ ആ കാശ് തന്നില്ലെന്ന് എന്റെ അടുക്ക വന്ന് പരാതി പറയും. ഞാൻ ചോദിച്ചു, എത്ര രൂപയുണ്ട്? അന്ന് ഞാനും ബുദ്ധിമുട്ടി വളരെ ബുദ്ധിമുട്ടി പോകുന്ന സമയം. ഇത്ര രൂപയുണ്ട്. അത് ഞാൻ എന്റെ പേരിൽ കണക്കിട്ടുള്ളൂ. എനിക്ക് പ്രചോദനം തന്ന ഈ വാക്യം അതെന്റെ പേരിൽ കണക്കിട്ടുള്ളൂ. കാരണം അവന് തരാൻ വയ്യ. ദാസന്മാരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ കൈത്താങ്ങൽ ചെയ്യുന്നവരായി തീരണമെന്ന് ഈ വേദഭാഗം പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒനസീമോസിനെ എടുത്തൂടെ വായിക്കാനിടയായി തീർന്നത്. അടുത്ത കൊലോസ് ലേഖനം 4:10 മുതൽ. നമുക്ക് ഇന്നുകൊണ്ട് ഈ കൊലോസ് ലേഖനം ഒക്കെ തീർക്കാം. അരമണിക്കൂറിനൊക്കെ തീർക്കാൻ പോവാം. വായിച്ചാട്ടെ. മർക്കോസും സ്തോത്രം. ആമേൻ. യേശുവും വന്ദനം ചെയ്യും. പരിച്ഛേദനക്കാരിൽ ഇവൻ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായി. അപ്പൊ ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമേ പൗലോസിന് കൂടെ നടക്കുന്നവരിൽ ആശ്വാസമായി തീർന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അത് താൻ എടുത്തു പറയുക. വായിച്ചാട്ടെ. ഈ 12-ാം വാക്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കൊലോസ് ലേഖനത്തിലെ ഒരു വാക്യമാണ്. 12-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ കാണുന്ന എപ്പഫ്രാസ് വാക്യം വായിക്കാം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായി എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും
പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കൊലോസ്യ ലേഖനത്തിലെ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുക. കൊലോസ്യ ലേഖനത്തിന്റെ പഠനം ഇന്നുകൊണ്ട് തീരുമെന്നാണ് എന്റെ ഓർമ്മ ചിന്ത. അപ്പോ ഒനസിമോസിനെ എടുത്ത് കാണിക്കുന്നു. എഫഫ്രാസ് നിങ്ങളിൽ ഒരുത്തനായി യേശുക്രിസ്തുവിന്റെ ദാസനായ എഫഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എഫഫ്രാസിനൊരു ശുശ്രൂഷ ഉള്ളതായിട്ടാണ് ഈ അധ്യായം പഠിപ്പിക്കുന്നത്. എന്താണ് അവന്റെ ശുശ്രൂഷ? നിങ്ങൾ തികഞ്ഞവരും അതായത് കൊലോസ്യയിലെ വിശ്വാസികൾ ക്രിസ്തുവിൽ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എഫഫ്രാസ് വചനം പ്രസംഗിക്കുന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷകനാണ്. അപ്പോൾ തന്നെ ദൈവം അവന് കൊടുത്തിരിക്കുന്നത് ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീരുവാനാണ്. എഫേസ്യയിലെ വിശ്വാസികൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരണം, തികഞ്ഞവരായി തീരണം. ഒരു സഭയുടെ സ്വത്രം വിജയം എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന ചില എഫഫ്രാസുമാർ ആ സഭയിൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാവരും പ്രബോധനം പറയുന്നവരാ, പ്രസംഗിക്കുന്നവരാ. നല്ല കാര്യമാണ്, ഞാൻ അതിനെതിര് പറയുന്നില്ല. പ്രാർത്ഥിക്കാൻ ആള് വേണം. പൗലോസ് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സഭയിലെ വിശ്വാസികൾ ആത്മീയമായി ശക്തിപ്പെട്ട് വരണമെങ്കിൽ, ദുഷ്ടനായ സാത്താന്റെ പോരാട്ടത്തിൽ വിടുതൽ പ്രാപിച്ച് വരണമെങ്കിൽ പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന എഫഫ്രാസുമാർ സഭയിൽ ഉണ്ടാകണം. എത്ര സഭകളിലുണ്ട്? ഇവിടെ വല്ല എഫഫ്രാസുമാരുണ്ടോ? ഉണ്ടോ? ഉണ്ടാകണം. പ്രബോധിപ്പിക്കണം അവരെ. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് വിശ്വാസത്തിലെ പേരെ പ്രാർത്ഥിക്കാൻ പറയണം. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി, എല്ലാവരും പരിശുദ്ധാംശം പ്രാപിച്ചവരായി, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെട്ടും അഭിഷേകം പ്രാപിക്കുന്നവർ അഭിഷേകം പ്രാപിച്ചും ദൈവകൃപ പ്രാപിച്ചും കൃപാവരങ്ങളെ കൊണ്ടും ദൈവം സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൃപകളാലും വരങ്ങളാലും ആത്മഫലത്താലും വരത്താലുമാണ്. ഇത് സഭകളിൽ ഈ അനുഭവങ്ങൾ ഉണ്ടാകണം. അതിന് പ്രാർത്ഥിക്കുന്ന എഫഫ്രാസുമാരുണ്ടാകണം, അതിന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ടാകണം, അതിന് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ടാകണം, അതിൽ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുണ്ടാകണം, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാകണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാസങ്ങളായി ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 5 to 6 നമ്മൾ പ്രാർത്ഥിക്കും. കുറഞ്ഞ അരമണിക്കൂർ, 1 മണിക്കൂറെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ വരുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, മറ്റുള്ളവർ അനുഗ്രഹിക്കും. എല്ലാം ഈ സഭകൾ ഓർത്ത്, തലവിലപ്പുറമ്പിലെ കൂട്ടായ്മ, കൊരട്ടി കൂട്ടായ്മ, അഞ്ചല് കൂട്ടായ്മ ബ്ലോക്കായി പോയി. പിന്നെ സ്വത്രം അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ ഇപ്പോൾ സ്വത്രം പെരുമ്പാവൂർ നടക്കുന്നുണ്ട്. സ്വത്രം അങ്ങനെ കൂട്ടായ്മ ബന്ധങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ എവിടെയെല്ലാം പോയി വചനം പറയുന്നു, അവരൊക്കെ വചനം കേട്ട് ബലപ്പെട്ട് ശക്തിപ്പെട്ട് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ പോരാട്ടമാണ്. വേദപുസ്തകത്തിൽ കാണുന്ന ശിഷ്യഗണങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പോരാട്ടമാണ്. പ്രാർത്ഥിച്ച് സ്തോത്രത്തിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുക ചില വിഷയങ്ങൾക്ക് വേണ്ടി, എപ്പോ വരെ? വിടുതൽ കിട്ടുന്നത് വരെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രത്തോടെ ജാഗരിച്ച് പുതിയ നിയമത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആരാ? ഹന്ന എന്നൊരു പ്രവാചകല്ലേ. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പുരോഹിതം വന്നിട്ട് എന്ത് ചെയ്യും? എന്റെ വീഞ്ഞ ഇറങ്ങട്ടെ, വീഞ്ഞു കുടിച്ചിരിക്കാന്ന പുരോഹിതന് തോന്നി. ആരോ അങ്ങനത്തെ ഒരു പുരോഹിതനായിരുന്നു. വീഞ്ഞല്ല യജമാനനെ, എന്റെ മനോദുഃഖം അത്രേ. അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ സഹോദരിമാരെ? രാപകലില്ലാതെ ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എത്ര മല പോലുള്ള വിഷയങ്ങളാണെങ്കിലും പ്രാർത്ഥിച്ച് മാറ്റാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മലയോട് നീങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോന്ന് കർത്താവ് പറഞ്ഞല്ലോ. ആശ്ചര്യമായി നടന്നൊരു സംഭവമാണ്. ഒരു നാട്ടുപുറത്തൊരു സ്കൂളിലാ, ഒരു LP സ്കൂള്. അവിടെ ആ സ്കൂളിന്റെ എൻട്രൻസിൽ ഒരു വലിയ പാറ കഷ്ണം ഇങ്ങനെ ഇരിക്കുക. അത് ടീച്ചർമാർക്കും സ്കൂളിലും എല്ലാം വലിയ തടസ്സം. അപ്പോ
ടീച്ചർ പറഞ്ഞു, കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഈ പാറ മാറിപ്പോവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, വേദോസ്വത്തിൽ ഇങ്ങനെയുണ്ട്, മലയോട് മാറിപ്പോവാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് ഒരു ക്രിസ്ത്യാനി ടീച്ചറായിരുന്നു, കത്തോലിക്കയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിങ്ങളെ കുഞ്ഞു ഹൃദയങ്ങളില്ലേ, അവർ പ്രാർത്ഥിയ കർത്താവേ മല മാറ്റണം, മല മാറ്റണം. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു, ആ സ്കൂളിന്റെ മുമ്പിൽ കിടക്കുന്ന ഒരു 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 കടൽ തീരം പോലെ ഒരു പുഴയോര തീരമാണ്, അവിടെ ബിൽഡിംഗ് പണിയാൻ വേണ്ടി കല്ല് വേണം. അപ്പൊ ഇത് തല്ലിപ്പൊട്ടിച്ചെടുത്തോളാനായിട്ട് സ്കൂൾ അധികൃതരോട് ഒന്ന് ചോദിക്കും. ഇത് ഞങ്ങൾ തല്ലിപ്പൊട്ടിച്ചെടുത്തോട്ടെ, ഒരു 15 ലോഡ് കാണുന്നു. അവര് കേൾക്കാൻ മാറില്ല, ചെയ്തോളാം. സ്കൂൾ അവധി കൊടുത്തിട്ട് വെടിവെച്ച് പൊട്ടിച്ചു ഒക്കെ ആ പാറ അവിടെ നിന്ന് മാറ്റി അവിടെ മനോഹരമായ ഒരു മൈതാനം പോലെ ആക്കി. പ്രാർത്ഥിച്ച വിടുതലുണ്ടോ? സ്വത്രം. കുഞ്ഞു കുട്ടികൾ പ്രാർത്ഥിച്ചു, ആ ടീച്ചറും പ്രാർത്ഥിച്ചു, ഇതൊന്ന് മാറ്റിത്തരണമേ. മഴ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത് അതേ ഉള്ളൂ, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ കുഴഞ്ഞു പോകും. ആത്മാവോട് പ്രാർത്ഥിച്ചാലോ? എടുക്കാം റോമാലേഖനം. ആത്മാവോട് പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണ്? എടുത്താട്ടെ റോമാലേഖനം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പഠനം റോമാലേഖനത്തിലുള്ളവരെടുത്ത് അങ്ങ് വായിച്ചേ, പടയേനങ്ങോട്ട് വായിച്ചേ, അറിയത്തില്ലേ അത്? ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൽ 25, 26, 27 വാക്യങ്ങൾ. നോ 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 8-ന്റെ അവണ്ണം തന്നെ. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് മതി. ഇത്രയും വാക്യം. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ പ്രാർത്ഥന എന്താണെന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ, നാടൻ ഭാഷ പറഞ്ഞ വലിച്ചു വാരി അങ്ങ് പ്രാർത്ഥിക്കും. കർത്താവേ അത് തരണേ, ഇത് തരണേ, അത് തരണേ, ഇങ്ങനെ കർത്താവേ അത് തരണേ, ഇത് തരണേ. എന്നാൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവഹിതപ്രകാരം അവിടെ തന്നെ ആത്മാവ് ബലഹീനതയ്ക്ക് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. സഹോദരങ്ങളെ, വേണ്ടുവോളം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. അതിന് തുണ നിൽക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അടുത്തിരിക്കുന്നവൻ അറിയുന്നില്ല. ആ സഭാഹോളിൽ ഇരിക്കുന്നവർ ആരും അത് അറിയുന്നില്ല. നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് അത് അറിയുന്നില്ല. മറ്റുള്ളവർക്ക് ആർക്കും അത് അറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കം നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ചില വിഷയങ്ങൾ പുറത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പ്രാർത്ഥിച്ചോളൂന്നേ. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന എന്തിനാ? പക്ഷപാതം ചെയ്യാനല്ലേ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ആത്മാവ് പക്ഷപാതം ചെയ്യും. നീയും ഞാനും മനസ്സ് തകർന്ന് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കാൻ പോലും വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാത്ത പോലെ ചില പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ആയിത്തീരുമ്പോൾ, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കും. നമ്മുടെ വിഷയം എന്താണെന്ന് ദൈവം അത് മനസ്സിലാക്കും. ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരം, ചില വിഷയങ്ങൾ വന്ന് നമ്മളെ അങ്ങോട്ട് തിങ്ങി മനസ്സെല്ലാം തകർന്ന് കണ്ണടച്ച് ധ്യാനിച്ച് 2 തുള്ളി കണ്ണുനീര് ദൈവസന്നിധിയിൽ നിന്ന് ഒഴുക്കി അങ്ങോട്ട് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കേ. അതല്ലേ 1 കൊരിന്ത്യർ 14:15. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ആ വചനം എൻ്റെ ഹൃദയത്തിൽ ശക്തിയോടെ അങ്ങോട്ട് ഇടപെടാനിടയായി തീർന്നത്. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ഒരു കൺവെൻഷൻ മീറ്റിംഗ് നടക്കുകയാണ്.
കൺവെൻഷൻ മീറ്റിംഗ് നടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഒരു മാസം ഒന്നിച്ചിട്ട് അന്യഭാഷ കാതിരാവഴി പൊട്ടിച്ചു പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ കുത്തി കൊടുക്കും. പരിജ്ഞാനത്തോട് പ്രാർത്ഥിക്കും. ഈ പബ്ലിക്കിന്റെ ഒക്കെ മുൻപിൽ സ്റ്റേജ് കെട്ടി അന്യഭാഷയിൽ കിടന്ന് ഒച്ചയും ബഹളവും വെക്കുന്നത് പരിജ്ഞാനക്കേടാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ വിഷയങ്ങൾക്ക് വ്യക്തിപരമായ വിടുതലിന് വേണ്ടി ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ തക്ക സമയം, ചിലപ്പോൾ അപ്പോഴായിരിക്കത്തില്ല വിടുതൽ കിട്ടുന്നത്, ചിലപ്പോൾ ആ മൂമെന്റിലായിരിക്കത്തില്ല, ചിലപ്പോൾ ചില ദിവസങ്ങൾ എടുത്തെന്ന് വരാം, ചിലപ്പോൾ ചില മാസങ്ങൾ എടുത്തെന്ന് വരാം. പക്ഷെ വിടുതൽ നടന്നിരിക്കും. അതിന് മുൻപ് ഒരു കാര്യം നടക്കും. എന്ത് നടക്കുമെന്ന് പറയാം? ആരെങ്കിലും സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയം. കാരണം വിഷയത്തിൽ നീറിപ്പോയിരിക്കുകയല്ലേ, വിടുതൽ കിട്ടിയില്ല. അതാ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ ആ വാക്യം എടുത്തൊന്ന് വായിച്ചേ. കറക്റ്റ് ആയിട്ടുള്ളൊരു വാക്യമാണത്. ഫിലിപ്പി ലേഖനം, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ നീക്കത്ര വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഉള്ള വാക്യം, 4-ാം അധ്യായം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. 6-7 ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥന അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ നീക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധി വിഷയത്തിന് വിടുതൽ കിട്ടിയില്ലെന്ന് ഒരു ആ സമയം. പക്ഷെ ഒന്ന് വരും, എന്താ? സമാധാനം. ലോകത്തിന് ഇല്ലാത്തത് സമാധാനം, ട്രംപിന് ഇല്ലാത്തത് സമാധാനം. ഇന്നത്തെ ലോകം ഭരിക്കുന്ന ലീഡേഴ്സിനൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് സമാധാനം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച വിശുദ്ധ സഭയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച 84-കാരനായ ദേവദാസൻ ഇപ്പോഴും പറയാം, ആകാശം കീഴ്മേൽ മറിയുന്നു. എന്നെക്കുറിച്ച് എനിക്കൊരു വിഷയമില്ല, അവിടെ കിടക്കും. നമുക്കെന്നെ നമ്മൾ കർത്താവിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോണ്ട് പോവുക. നമുക്കൊരു അസമാധാനവുമില്ല. ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും നമ്മൾ അസ്വസ്ഥരാകണ്ട. സ്തോത്രം. ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവ് നിറയ്ക്കും. അതുപോലെ സമാധാനമാണ് ലോകത്തിന് ഇല്ലാത്തത്. ആ സമാധാനം കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ദൈവമക്കളെ, ആ സമാധാനം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, ഭാരമുണ്ട്. ചിലർക്ക് ഒരു രോഗം ശരീരത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പ തൊട്ടൊക്കെ അസമാധാനം. അവർ പറയും, ഞാൻ ഇപ്പം മരിക്കും. സ്വത്രം. നമ്മളെപ്പം മരിച്ചാൽ എന്താ? പണ്ട് ഗാനം വെച്ചാൽ പറയുന്നല്ലേ, കർത്താവിന്റെ മേശ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം പാസ്റ്റർ കാലത്തെ പ്രസംഗത്തിന് ഇരിക്കുക, പ്രസംഗിക്കാനായിട്ട് ഗസ്റ്റായിട്ട് വന്നിരിക്കുക. അവിടെ ഇന്ന് കർത്താവിന്റെ മേശയുണ്ട്. അപ്പൊ വിശ്വാസമെല്ലാം കൂടെ പറഞ്ഞു, ഇന്ന് കർത്താവിന്റെ മേശയുണ്ടെന്ന് എന്തുകൊണ്ട് പാസ്റ്റർ പറഞ്ഞില്ല? ബഹളം ഉണ്ടാക്കി. പാസ്റ്ററിനെ എല്ലാവരും കൂടി പ്രതികൂട്ടിലാക്കി. അച്ഛൻ പറഞ്ഞു, ഞാൻ എഴുതേക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്താ ചോദിച്ചേ? കർത്താവിന്റെ മേശ ഉണ്ടെന്ന് നേരത്തെ അറിയിച്ചില്ലേ? നേരത്തെ അറിയിക്കുന്നില്ല. ഇനി എല്ലാ ആഴ്ചയിലും ഒരുങ്ങിയല്ലേ നമ്മൾ പറയേണ്ടത്? അപ്പൊ നിങ്ങൾ മേശയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമല്ലേ ഇന്നത്തെ പന്തോക്കോസ്? സ്വത്രം. മേശയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. മേശ ഭക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യാം? ആരോടൊന്നും മിണ്ടത്തില്ല, വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, ചീത്തയൊന്നും വിളിക്കത്തില്ല. ആ മേശ കഴിയണം. പിന്നെ അല്ല ദൈവമക്കളെ, നിങ്ങളുടെ വാക്ക് കൃപയോടുകൂടി ഇത് ഉപ്പിനാൽ രുചി വരുത്തിയത്. എപ്പോഴും നമ്മുടെ വാക്കുകൾ കർത്താവ് വരുന്നവരെയും നമ്മൾ വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി ജീവിക്കണം. കർത്താവ് എപ്പോഴാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് കോഴി പോകുന്ന നേരത്തോ അതിന്റെ പിൻപിലോ എപ്പോ വന്നാലും സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം ഒരു മനുഷ്യായുസ്സിൽ എപ്പോഴും നമുക്കുണ്ടാകണം. ഈ മത്തായി 25 എല്ലാവരും എടുത്ത് വിവിധ നിലയിൽ അതിനെ പ്രസംഗിക്കാറുണ്ട്. എന്നാല് എനിക്ക് കിട്ടിയ പഠനം ഞാൻ പറയാം. ആ 25 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 10-ാം വാക്യം. ഹല്ലേലൂയ. സ്വതന്ത്രം. വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി. കല്യാണ സദ്യ മതി. ഒരുങ്ങിയിരുന്നവർ. 10 പേരും വിറ്റവരും നട്ടവരും ഒക്കെയാ, കമ്മലും മാലയൊക്കെ എടുത്ത് കളഞ്ഞവരാ. എല്ലാവരും വിശുദ്ധന്മാരായിരുന്നു. പക്ഷേ ഒരുക്കം പൂർത്തിയായി. നാടൻ ഉപദേശി പറയും, പീപ്പി ഊതിയപ്പോ ഒരുങ്ങാൻ പോയില്ല.
ഈ പുതിയപ്പാണ് ഒരുക്കത്തിന് വേണ്ടിയുള്ള പരിപാടി ചെയ്യുന്നത്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നാളെ നമ്മുടെ പുറപ്പാടാണെന്ന് കേട്ട മാത്രമേ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യാം, മാവ് എടുത്ത് ഒളിക്കിട്ട് കാൽമയൊക്കെ ഒരുക്കി എല്ലാവരും ഒരുക്കം. കാഹളം കേട്ട മാത്രയിൽ എല്ലാവരും യാത്ര. അതുപോലെ പുതിയ നിയമസഭയും എപ്പോഴും ഒരുങ്ങിയിരിക്കണം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതെപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല, ഏത് സമയത്ത് സംഭവിക്കുന്ന സംഭവമാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. സഭയിലുള്ളവരോട് ഞാൻ ഇന്ന് ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, നമുക്കൊരു എപ്പഫ്രാസാകാം, സൗകര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ തികഞ്ഞവരും ദൈവവിധം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് അവൻ സദാസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പഫ്രാസ്, പ്രാർത്ഥനയിൽ പോരാടുന്ന പൗലോസ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ തന്നെ പൗലോസിന്റെ ഒരു പ്രസ്താവന ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വായിച്ചോട്ടോ അവസാനത്തെ വാക്യം. 28 ചേർത്ത് വായിച്ചാലും കുഴപ്പമില്ല. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ആമേൻ. ആ ആമേൻ. സ്തോത്രം. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പൗലോസ് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എപ്പഫ്രാസ് പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോടെ ഈ പോരാട്ടം? IPC ഷാരോ ചർച്ചപ്പോടിനോട്, ചർച്ചപ്പോട് അസംബ്ലീസ് പോടും. അതാണോ പോരാട്ടം? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോട്, പിശാചിനോടും അവരുടെ സൈന്യത്തോടാണ് പോരാട്ടം. ഇപ്പൊ നമ്മൾ അതിനെ മറിച്ച് തിരിച്ച് മനുഷ്യരോട് പോരാടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കോടതിയിൽ പോയി കേസും പറഞ്ഞ് വഴക്കും വക്കാണുമായിട്ടും പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ വായിച്ചപ്പോൾ എന്റെ ദൈവമേ, കോടതി കയറുന്ന ഒരെണ്ണം സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ലെന്ന് പൗലോസ് എഴുതി വെച്ചു. ഞാനില്ല. അവിടെ എടുത്ത് വായിക്കാം. അത് വായിച്ചിട്ട് നമുക്ക് നിർത്താൻ പോവാം. എടുത്ത് വായിച്ചേക്കോലോ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം. സ്വർഗത്തിൽ ആര് പോകും പോകില്ല എന്ന് കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വിരാമം ഇടാമെന്ന് കർത്താവിൽ ആശ്രയിക്കും. 6-ാം അധ്യായം കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തില് ഞാൻ വാക്യം പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒന്നോട്ട് വായിച്ചോ. 9 വരെ വായിച്ചു. 10 വരെ. ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല തുനിയുന്നു പോ. എന്റെ പൊന്നെ, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, ദൂതന്മാരെ വിധിക്കും. ദൂതന്മാരെ വിധിക്കേണ്ട വിശുദ്ധന്മാര്, ലോകത്തെ വിധിക്കേണ്ട ദൂതന്മാര്. സ്തോത്രം. പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട വക്കീലിനെ കൊണ്ട് കോടതി കയറിയറിഞ്ഞു. ആരാ? ലോകത്തെ വിധിക്കേണ്ടവര്, ദൂതന്മാരെ വിധിക്കേണ്ടവര്. വായിച്ചോട്ടെ. അയോഗ്യരോ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നമ്മള്. അടുത്ത എത്രയധികം ഉണ്ടെങ്കിൽ ഇരുത്തുന്നുവോ? ചോദിക്കുന്നു. ഇല്ലയോ? ആമേൻ. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? എന്ത്? അടുത്ത് അപ്പൊ ഈ കോടതി പോകുന്നത് അന്യായമാണെന്ന് പൗലോസ് എഴുതി വെച്ചിരിക്കുക. എവിടുന്ന്? അടുത്ത്
നിങ്ങൾ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സഭയിൽ ഈ വക പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എഫ്എഫ്രാസ്മാരില്ല, സഭയ്ക്ക് വേണ്ടി ജാഗരിക്കാൻ വിശുദ്ധന്മാരില്ല, സഭയ്ക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുവാൻ സ്വത്രം ദൈവത്താൽ ആ ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട എഫ്എഫ്രാസ്മാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളാണ് കൊലോസ്യയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അതിലെ ഘനമായ വിഷയങ്ങളല്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് വിടുകയാണ്. അപ്പൊ കൊലോസ്യ ലേഖനത്തിലെ പഠനം നമുക്ക് ഇവിടെ കൊണ്ട് തീർന്നിരിക്കുക. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ കർത്താവിന്റെ ഓരോ താമസം മുതൽ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം എന്നുള്ള വിഷയമാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ പ്രസംഗ വിഷയം. അത് കഴിഞ്ഞ ശേഷം ലവോദിക്കുക എന്നുള്ള വിഷയം. ഇങ്ങനെ ഘനമായ ചില വിഷയങ്ങൾ പഠിക്കണം സ്തോത്രം എന്ന് ഹൃദയത്തിൽ വളരെ പ്രേരണയുള്ളത് കൊണ്ട് തൽക്കാലം ഈ എഫെസോസിലെ സ്തോത്രം ഈ കൊലോസ്യ ലേഖനത്തിലെ പഠനം ഇവിടെ കൊണ്ട് തീരെ. എപ്പഫ്രാസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പിന്നെ നമ്മൾ വായിച്ചു മുൻപ് വീട്ടിലെ സഭ അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കണം. കർത്താവിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷ, കർത്താവിൽ നിന്ന് പ്രാപിച്ച ശുശ്രൂഷ, അതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ വെളിപ്പാടുകളും പഠനങ്ങളും ഇന്ന് പൽക്കാലം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവസ്ഥലിൽ കേട്ട വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് സ്വോത്രം. എല്ലാവരും സ്വോത്രം ചെയ്താട്ടെ. സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിലെ പഠനം മാത്രമല്ല, വിവിധ നിലയിൽ ആത്മാവിന്റെ നടത്തിപ്പ് പ്രകാരം പല കാര്യങ്ങളിലൂടെ നമ്മൾ ഇടപെട്ട് പല കാര്യങ്ങൾ ധ്യാനിക്കുവാനും പഠിക്കുവാനും ഇടയായി തീർന്നു. ആ കേട്ടവരെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വരും ദിവസങ്ങളിൽ ആത്മീകമായ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവസഭയ്ക്ക് സഫലന്മാരായി ഫലമുള്ളവരായി നിൽപ്പാൻ സർവശക്തനായ കർത്താവ് ഈ വചനങ്ങളാൽ കർത്താവിന് കൃപ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ സ്തോത്രം ഇവിടെ നിർത്തുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ 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 ആമേൻ.